പി.കെ. ഫിറോസാണ് എനിക്കൊപ്പം ചേരുന്നത്. പ്രതിപക്ഷ നിരയിലെ MLA അല്ലെങ്കിൽ കൂടിയും കരുത്തനായ പോരാളിയാണ് താങ്കൾ. അന്ന് മന്ത്രിമാരെ അടക്കം വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പലപ്പോഴും സമരരംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇതാ ഇപ്പോൾ വീണ്ടും MLA ആയിട്ട് വരുമ്പോൾ ഈ പോരാട്ടം നിയമസഭയിലും പ്രതീക്ഷിക്കാം. അല്ല, നിയമസഭക്കകത്ത് ഇത്തവണ ഒരു പ്രത്യേകത ഭരണകക്ഷി MLA എന്നുള്ള നിലക്കാണ് ഞാൻ ആദ്യമായി ജയിച്ചു കയറിയത്. സ്വാഭാവികമായിട്ടൊരു പോരാട്ടമല്ല, ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ഭരണകക്ഷി MLA എന്നുള്ള നിലക്ക് ഒന്ന് മണ്ഡലത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, പിന്നെ പൊതുവായി പാർലമെന്ററി പാർട്ടിയിലും ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അത് ആ നിലക്ക് മുന്നോട്ട് പോകും. ഭരണകക്ഷിയുടെ ഭാഗമാണെങ്കിലും താങ്കളെ പോലെയുള്ളവർ നിയമസഭ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു വീറുണ്ട്. ആ വീർ അവിടെ ഉണ്ടാകുമെന്നോ ചോദ്യം? തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുവായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏതൊക്കെ നിലക്കാണോ വ്യക്തിപരമായ ഒരു യുവജന നേതാവ് എന്നുള്ള നിലക്ക് എന്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തേണ്ടത് അത് ഉപയോഗപ്പെടുത്തും. ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പാർട്ടിയാണ് ഇത്തവണ. ആ അത്ഭുതം മന്ത്രിസഭാ രൂപീകരണത്തിലെ പ്രതിനിധികളെ അയക്കുമ്പോഴും ഉണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? അല്ല, ഇത്തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒഴിച്ച് ബാക്കി എല്ലാവരും മന്ത്രിസഭയിൽ പുതുമുഖങ്ങളായിരിക്കും. കാരണം നേരത്തെ മന്ത്രിമാരായിരുന്നവർ പലരും ഇത്തവണ മത്സരിച്ചിട്ട് തന്നെയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുമുഖങ്ങളാണ് ഇത്തവണ കൂടുതലും വരാൻ ഉള്ളൊരു സാധ്യതയുള്ളത്. ആ നിലക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളായിരിക്കും ഇത്തവണ മന്ത്രിസഭയിൽ. ഒരു അഭ്യൂഹം കേട്ടത് 2011 അതേ സ്റ്റാറ്റസ് പറ്റില്ല, ഇത്തവണ ചില വിട്ടുവീഴ്ചകൾ ലീഗ് വേണ്ടിവരും, 4 മന്ത്രിമാരിൽ ഒതുങ്ങും എന്നൊക്കെ ചില സൂചനയുണ്ട്. അങ്ങനെ ആശയവിനിമയം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ അതേ സ്റ്റാറ്റസ് തന്നെ നിലനിൽക്കാനാണ് സാധ്യത. ഇത് മാറി നിൽക്കേണ്ട സാഹചര്യമോ അങ്ങനെയൊന്നും പൊതുവിൽ ഉണ്ടാവുന്നില്ല. ലീഗ് സ്വാഭാവികമായും അർഹരാണ്, ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ്, സ്വാഭാവികമായും ലീഗ് ഇത് അർഹതപ്പെട്ടതാണ്. അപ്പോൾ അത് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ UDF-നും മുസ്ലിം ലീഗിനൊക്കെ നൽകിയ മാൻഡേറ്റ് കൊണ്ടാണല്ലോ 102 സീറ്റിൽ UDF അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ നിലക്ക് ജനങ്ങൾ UDF-നോടൊപ്പമാണ്, UDF-ലെ ഓരോ കക്ഷികളോടൊപ്പമാണ്. മുസ്ലിം ലീഗിനും കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ലീഗിനെതിരായിട്ടുള്ളൊരു ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അത്തരം വിവാദങ്ങളെയോ ആക്ഷേപങ്ങളെയോ ഒന്നും പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പം കോൺഗ്രസ് ലീഗിന് കീഴടങ്ങുന്നു എന്ന ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിലും മറ്റു പദവികളിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ലീഗിനെ കോർണർ ചെയ്യാവുന്ന നീക്കങ്ങളുണ്ട്. നിങ്ങളതിന് ജാഗ്രത പാലിക്കാൻ റെഡിയാണ്? അതായത് തോൽവി കൊണ്ടും CPM പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പും ഇത്തരം പരാമർശങ്ങളായിരുന്നു അവർ നിരന്തരമായി നടത്തിയിരുന്നത്. അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ പാഠം ഉൾക്കൊള്ളാനും തെറ്റ് തിരുത്താനുമാണ് CPM നേതൃത്വം തയ്യാറാകേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ BJP അനുകരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഞങ്ങളല്ല ജാഗ്രത പാലിക്കേണ്ടത്, CPM നേതൃത്വമാണ്, അല്ലെങ്കിൽ CPM-ന്റെ അണികളാണ്. അക്കാര്യം അവർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവർക്ക് വീണ്ടും ഇത്തരം തോൽവികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. താങ്കളടക്കമുള്ള പ്രതിപക്ഷ നിരയിലുള്ള യുവ നേതാക്കളൊക്കെ നിരവധി കേസുകളിൽ പെട്ടിട്ടുണ്ട്. ഇത് പലതും കള്ളക്കേസുകളാണെന്ന ആക്ഷേപം നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകളൊക്കെ ഈ മിനിസ്ട്രി പിൻവലിക്കുമോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു? അല്ല, രാഷ്ട്രീയ കേസുകളൊക്കെ സ്വാഭാവികമായിട്ടും പിൻവലിക്കേണ്ടി വരും. കാരണം അത് രാഷ്ട്രീയപരമായിട്ട് എടുത്ത കേസുകളാണ്. ഇപ്പോൾ എനിക്കെതിരെയുള്ള കേസുകൾ ഉദാഹരണം പറഞ്ഞാൽ പോലീസിനെ ആക്രമിച്ചു, പോലീസിനെതിരെ കല്ലെറിഞ്ഞു, പോലീസിനെ പരിക്കേൽപ്പിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു, അങ്ങനെയൊന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കേസുകളൊക്കെ രാഷ്ട്രീയപരമായ കേസുകളൊക്കെ സ്വാഭാവികമായിട്ടും പിൻവലിക്കാനുള്ള റിക്വസ്റ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. യെസ്, പി.കെ. ഫിറോസ് തികഞ്ഞ കോൺഫിഡൻസിലാണ്. എന്തായാലും ലീഗിനെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് നിന്നു കൊടുക്കില്ല, 5ാം മന്ത്രി സ്ഥാനത്തിൽ നിന്നും വിട്ടുവീഴ്ചയില്ല. അതാണ് പി.കെ. ഫിറോസും ആവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.